ഹലോ ഫ്രണ്ട്സ്, കേറ്റഡ് ബേസ്ഡ് റിവിഷൻ ക്വസ്റ്റ്യൻസ് പാർട്ട് 3 സ്റ്റാർട്ട് ചെയ്യുകയാണ്. സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ സിദ്ധാന്തമായ ഘടനാ സങ്കല്പങ്ങളിൽ സൂപ്പർ ഈഗോ ഏത് തത്വത്തെ അടിസ്ഥാനമാക്കിയാണ്? സാൻമാർഗിക തത്വം. ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം മുന്നോട്ട് വച്ചത് ഹോവാർഡ് ഗാർട്ട്നർ. 6 വയസ്സ് വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കേണ്ട അധ്യാപകയ്ക്ക് ആവശ്യമുണ്ടായിരിക്കേണ്ട വൈകാരിക ഗുണം പരിചരണം. ക്ലാസ് റൂം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ രീതി ക്രിയാഗവേഷണമാണ്. പ്രത്യേക പരിഗണന അർഹിക്കുന്നവരുടെ ഉന്നമനത്തിനും വികസനത്തിനുമായി PWD ആക്ട് രൂപീകരിച്ച വർഷം 1995. പണ്ട് പഠിച്ച കാര്യങ്ങളെ ഓർമ്മിച്ചെടുക്കുന്നതിൽ പുതിയ പഠനത്തിനുള്ള പറയുന്ന പേരാണ് റിട്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ. അർത്ഥപൂർണമായ വാചിക പഠനത്തിൻ്റെ വക്താവ് അസുബൽ. എറിക്സണിൻ്റെ മാനസിക സാമൂഹിക വികസന സിദ്ധാന്തത്തിൻ്റെ കൗമാര കാലഘട്ടത്തെ സൂചിപ്പിക്കുന്നതെങ്ങനെ? സ്വത്വസ്ഥാപനം വേഴ്സസ് സ്വത്വ പ്രതിസന്ധി. ഫ്രെയിംസ് ഓഫ് മൈൻഡ്സ്, ദ തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്ന പ്രസിദ്ധ പുസ്തകത്തിൻ്റെ രചയിതാവ് ഗാർട്ട്നർ. പഠിതാവിന് പ്രബലനം ചോദകമായി നൽകി പഠനത്തിന് ആക്കം കൂട്ടുന്ന പഠനരീതി പ്രവർത്തനാനുബന്ധനം. എറിക്സണിൻ്റെ മാനസിക സാമൂഹിക വികസന പ്രക്രിയ അനുസരിച്ച് പ്രൈമറി തലത്തിലെ കുട്ടികൾ നേരിടുന്ന സംഘർഷം അധ്വാനം വേഴ്സസ് അപകർഷത. IQ കണ്ടുപിടിക്കുവാനുള്ള സൂത്രവാക്യം IQ MA mental age by CA chronological age into 100. പ്രൈമറി ക്ലാസ്സിലെ കുട്ടികളിൽ സഹകരണം വളർത്തുന്നതിന് ഏറ്റവും അനുയോജ്യമായ പ്രവർത്തനം കളികളാണ്. കഴിഞ്ഞ ഒരു മാസമായി അരുൺ എന്ന 7ാം ക്ലാസ്സുകാരൻ സൈക്കിൾ ഓടിക്കാൻ പഠിക്കുകയാണ്. ഇപ്പോൾ അവന് സൈക്കിൾ ഓടിക്കാൻ അറിയില്ല. അത് ഏത് പഠന വൈകല്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പ്രയോഗ വൈകല്യം. ഒരു കുട്ടിയുടെ പഠന നേട്ടത്തിൻ്റെ നിർണായക ഘട്ടം ബുദ്ധിയാണ്. ഒരു കായിക നൈപുണ്യം ആർജിക്കുന്നത് വിശദീകരിക്കാൻ ഏറ്റവും അനുയോജ്യമായ സിദ്ധാന്തം ശ്രമപരാജയ സിദ്ധാന്തം. കുട്ടികളിൽ നല്ല ശീലം രൂപപ്പെടുത്തുന്നതിന് ഉപയോഗിക്കാവുന്ന അടിസ്ഥാന സിദ്ധാന്തം ഒപ്പറൻ്റ് കണ്ടീഷനിങ്. സംരചന വിലയിരുത്തലിന് അനുയോജ്യം അല്ലാത്ത ഉപാധി ടേം പരീക്ഷ. വിദ്യാർത്ഥികളുടെ സർഗശേഷി വിലയിരുത്തുന്നതിന് ഏറ്റവും അനുയോജ്യമായ ഉപകരണം വാചക പൂർത്തീകരണ ശോധകം. പിയാഷെയുടെ വൈജ്ഞാനിക വികാസഘട്ടവുമായി ബന്ധപ്പെടുത്തി കുട്ടി വസ്തുസ്ഥിരത കൈവരിക്കുന്ന ഘട്ടം ഇന്ദ്രിയജാലക ഘട്ടം.